ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടുത്തെ ബില്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ഇതിനിടയിൽ കുറച്ച് നേരം എഡിക്കാനായിട്ട് നമ്മുടെ ഒരു മലയാളി ചേട്ടനില്ലേ, കേരള ആയുർവേദ ഷോപ്പ്, അവിടെ പോയിരുന്നു. വേറെ ഒന്നുമില്ല, പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്കൊരു ലഞ്ച് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു പൂവല്ല ചെടിയാണ് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് എന്നെ ലഞ്ചിന് വിളിച്ച നമ്മുടെ പുള്ളിക്കാരൻ എന്നെ പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹലോ, പേര് പറയോ? ഹലോ, എൻ്റെ പേര് ജോണി എന്നാണ്. ഞാൻ മഹീൻ്റെ വീഡിയോകളൊക്കെ മിക്കവാറും എല്ലാം ഒക്കെ കണ്ടിട്ടുള്ളതും കാണുന്നതുമാണ്. യാത്ര ഇഷ്ടമുള്ള ആളാണ്. അതെനിക്ക് മനസ്സിലായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല, ഇന്നലെ 2 ചേട്ടന്മാരോ വേറൊരാളും കൂടെ, മറ്റേ ചേട്ടൻ മെൽവിൻ, വേറൊരു പുള്ളി എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ട്. 2 പേര് ലഞ്ചിന് വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഇവിടെ എത്തി. അപ്പൊ നമ്മൾ ഇതെന്തായിരുന്നു സംഭവം? അത് കൊള്ളാമല്ലോ. വിയന്നയിൽ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും കറങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ എന്നെ കരോളയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് അവര് ജോസഫ് യൂബേലും എല്ലാവരും കൂടെ ചേർന്ന് അവർ ചെസ്നട്ട് വർക്കുവാണ് കേട്ടോ. ഇവരുടെ ചെസ്നട്ട് ഉണ്ടല്ലോ, അപ്പം അതിനെന്നെ വിളിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് 2 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങ് വരെ പോകണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഐഡിയ ഇല്ല. പിന്നെ ഹിച്ചയ്ക്ക് ഞാനാണെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ, അതുകൊണ്ട് ഒരു വലിയൊരു മൂഡില്ല. നമ്മുടെ വിയന്നയിലെ ഏതോ ഒരു മനോഹരമായിട്ടുള്ള ഫൗണ്ടനാണ് കേട്ടോ. ഏത് ഫൗണ്ടനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ്, ഇന്ന് പല ആളുകൾക്കും ജോലിയില്ല. അതുകൊണ്ട് കുറേ ആളുകൾ നമുക്ക് സ്ട്രീറ്റുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം എന്നെ ക്ഷണിച്ചത് കേട്ടോ. ഇന്ന് കുഴപ്പമില്ല കേട്ടോ, ഇന്ന് വലിയ മൂടിയല്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഇന്ന് ക്ലൈമറ്റ് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പല ആളുകളും എന്നെ തെറിവിളിയായിരുന്നു കേട്ടോ, ടിക്കറ്റ് എടുക്കാതെ പോയില്ലേ. ഞാൻ ടിക്കറ്റ് കുഴപ്പമില്ല, ഞാൻ ഇനി ടിക്കറ്റ് എടുക്കാതെ പോകില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ടിക്കറ്റ് എടുക്കാതെ പോയിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഈ കരോളയാണ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. ഇനി യൂറോപ്പിൽ വന്നപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു പോയി. അപ്പൊ പിന്നെ ഞാനിത് വീഡിയോയിലൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയായിട്ട് അത് കിടക്കുമല്ലോ അവിടെ എന്ന് പറഞ്ഞാണ്. നിങ്ങളെ തെറിവിളി കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മെമ്മറിക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇനി ടിക്കറ്റ് എടുക്കാതെ കയറിയാലും പറയൂല. പക്ഷെ വേറൊരു കാര്യം, ടിക്കറ്റ് എടുക്കാതെ കയറൂല കേട്ടോ. പിന്നെ ആളുകൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കുറെ ഇന്ത്യക്കാരെ പൊതുവെ ആക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പരിധിയിൽ കറക്റ്റാണ്. പക്ഷെ ടിക്കറ്റ് എടുക്കാത്ത കാര്യത്തിൽ യൂറോപ്യൻസ് ആണ് കേട്ടോ കൂടി നിൽക്കുന്നത്. ഇവിടെ ഉള്ള അങ്ങനെ അധികം പല ആളുകളും അങ്ങനെ ടിക്കറ്റ് എടുക്കാറില്ല. ഈ യങ്സ്റ്റേഴ്സ് ഒന്നും അങ്ങനെ അധികം ടിക്കറ്റ് എടുക്കാറില്ല കേട്ടോ. ചില ആൾക്കാർ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെ എനിക്ക് തോന്നുന്നു കൂടുതൽ ടിക്കറ്റ് എടുക്കും അവരൊക്കെ, കാരണം പേടിച്ച്, മനസ്സിലായില്ലേ. പൊതുവെ ഇവിടെ ഉള്ള ലോക്കൽസ് അങ്ങനെ, എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരൊന്നും ടിക്കറ്റ് എടുക്കാറില്ല. നമ്മൾ നമ്മുടെ ഈസ്റ്റേൺ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ പോയാൽ നമ്മുടെ ഹംഗറി പോവാം, നമുക്ക് സ്ലോവാക്യ പോവാം. സ്ലോവാക്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ബ്രാറ്റിസ്ലാവ, ഹംഗറിയുടെ ക്യാപിറ്റലായിട്ടുള്ള ബുഡാപാസ്റ്റ്. ഇത് രണ്ടും ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. പിന്നെ ഇത് പോകുന്നത് നേരെ ബെർണയിലോട്ടാണ്, ഈ കാണുന്ന റോഡ്. ഡാനൂബ് നദിക്ക് മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. വിയന്നയെ വെട്ടിമുറിച്ച് പോകുന്ന ഒരു നദി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാനൂബ് നദിക്ക് അപ്പുറത്ത് നമ്മുടെ 22ാമത്തെ ഡിസ്ട്രിക്ട് അല്ലേ, ഏകദേശം എത്ര ഡിസ്ട്രിക്ട് ഉണ്ട് വിയന്നയ്ക്ക്? 3 ഡിസ്ട്രിക്റ്റാണ് വിയന്നയിലുള്ളത്. നദിയുടെ ഇപ്പുറം 22ഉം 23ഉം ഇങ്ങോട്ടാണ് വരുന്നത്. ഏകദേശം 8 രാജ്യങ്ങളിലൂടെ പോയിട്ട് നമ്മുടെ ബ്ലാക്ക് സീയിൽ അവസാനിക്കുന്ന, നമ്മുടെ തുർക്കിയുടെ മുകളിലുള്ള ബ്ലാക്ക് സീയിൽ അവസാനിക്കുന്ന നദിയാണ് ഡാനൂബ്. ഇത് അതിന്റെ തൊട്ടടുത്തുള്ള ചെറിയ കനാലാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ പുറത്തൊക്കെ ഓരോ ആളുകളുടെ ഗാർഡൻസ് ആണ് കേട്ടോ. ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവരുടെ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന പച്ചക്കറികൾ. കൊള്ളാലോ. ആൻറ്റിയാണോ എല്ലാം ഇതിൻ്റെ പിന്നില്? ഇവിടെ അപ്പോൾ എത്ര വർഷമായി? ഞാൻ 33 വർഷമായി. 33 വർഷം. യുഎന്നിൽ വർക്ക് ചെയ്തത് എങ്ങനെയുണ്ട്? അവിടെയും കുഴപ്പമില്ല. വന്ന ഉടനെ ഏകദേശം ഒരു വർഷമായപ്പോൾ തന്നെ അവിടെ ജോലി കിട്ടി. യുഎന്നിൽ എത്ര മലയാളികളുണ്ട്? യുഎന്നിൽ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഒരു 70 മലയാളികളെങ്കിലും ഉണ്ടാവും. 70 മലയാളികളുണ്ട് മൊത്തം ഇവിടെ വിയന്നയിൽ. 4500 മൊത്തം സ്റ്റാഫുണ്ട്. അതിലൊരു 70 പേര്. 4570. എനിക്ക് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി ജീരക വെള്ളം നൽകി സ്വീകരിച്ചു. താങ്ക് യു. എൻ്റെ വീഡിയോ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ടോന്നോ? ഞങ്ങൾ രാവിലെയും വൈകിട്ടും ജോലി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കാണാൻ സമയമില്ല. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും കണ്ടേ കിടക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം മുതലുള്ള വീഡിയോകളെല്ലാം കാണുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും.
ആന്റി എന്റെ വീഡിയോ ഉണ്ടപ്പോ ഇന്നലത്തെ വീഡിയോ ഉണ്ടപ്പോ ടിക്കറ്റ് എടുക്കാത്തതിന് ആന്റി എന്തോ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ടിക്കറ്റ് ഉണ്ട്. ഞാൻ നിർത്തി കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ മറ്റേ പ്രിൻസുകൾ പുള്ളി എനിക്കൊരു ഇവിടെ മന്ത്ലി ടിക്കറ്റ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ പല ആൾക്കാർ ഉപയോഗിക്കുന്ന മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതെന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വേറെന്താ വിശേഷങ്ങള്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? ലൈഫ് വളരെ നല്ലതാണ്. ഞങ്ങളിപ്പം വന്നിട്ട് ഇപ്പം 36-37 വർഷമായി. അപ്പൊ ഇവിടുത്തെ ആൾക്കാരായി മാറി. എന്നാലും നാട് ഓക്കെ ഓക്കെ. നല്ല മീൻകറിയുടെ മണം കേട്ടോ. മീൻകറിയാണോ? വറുത്തത് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. വന്നത് പ്രമാണിച്ച് ഞാൻ കറിയും വറുക്കുകയും ചെയ്തു. എന്റെ അമ്മോ, ഇനി എന്ത് വേണം? അപ്പൊ ഞാൻ എന്റെ ജീരവെള്ളം കുടിക്കട്ടെ. എനിക്ക് വേണ്ടി ഇവിടെ ഫീസ്റ്റ് ആണല്ലോ. ഇവിടെ മീൻകറി, ഇത് തോരൻ, ഇത് സാമ്പാർ, അച്ചാറ്, അവിടെ മീൻ പൊരിച്ചത്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ചിക്കൻ, എന്തൊക്കെ വേണം? ഒരു ഹോട്ടൽ തുടങ്ങാൻ പാടില്ലേ? മഹിൻ ഒന്നും പ്രമാണിച്ചല്ലോ. ഓക്കെ, ഇവിടെ മീന് കണ്ടപ്പം തന്നെ നാവിൽ വെള്ളം കുറവാണ് കേട്ടോ. പിന്നെ നമ്മുടെ യോഗട്ട്, തൈര്, പിന്നെ ചോറല്ലേ? ഓ, നമ്മുടെ ഇതെന്താ മട്ടയരി ചോറ്. നമ്മുടെ പ്രിയപ്പെട്ട ഓർമ്മകള് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കഷ്ടപ്പാട് കണ്ടില്ലേ? ഓക്കെ, അയ്യോ. ഓക്കെ, 5 സെക്കൻഡ്, 4, 3, 2 അവിടെ. ഒന്നുകൂടെ എടുക്കാം. എനിക്ക് ആന്റി കുറച്ച് ഇങ്ങോട്ട് ചോറ് വിളമ്പി വെക്കണമായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. യെസ്. എൻ്റെ അമ്മോ, ഇവിടെ കുറെ ഉണ്ടല്ലോ ഭക്ഷണങ്ങള്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ചരിത്രമൊക്കെ ചോദിക്കില്ലായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലെ വിശേഷം. കാരണം ഇവർ സ്ഥിരം പ്രേക്ഷകരാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് വിശപ്പ് പോയി, പകുതി വിശപ്പ് പോയി. ഇത് ആവോയി, സാൽമൺ ഫിഷ്, സാമ്പാർ, അവിയൽ, ചിക്കൻ, അച്ചാറ്. അങ്ങനെ അവസാനം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. പക്ഷെ ചിക്കൻ കഴിക്കാൻ മറന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ആൻറ്റിയുടെ കൃഷിയിടമാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന കൃഷിയിടം കുറേ ഉണ്ടല്ലോ. അതെ, കൊള്ളാലോ. കാന്താരിമുളകാണ് അടുത്ത് വന്നപ്പോൾ നല്ലപോലെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മുളക്, ഇവിടെ മുളകുകൾ. അതെന്താ അവിടെ സൗണ്ട്? ഫുട്ബോൾ സ്റ്റേഡിയം. അവിടെ എന്തോ ഫുട്ബോൾ കളിയാണ് കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട്, വീക്കെൻഡ്സ് ആയതുകൊണ്ട്. അത് കുമ്പളങ്ങയോ? കുമ്പളങ്ങ കൊള്ളാം അല്ലേ? ഇവിടെ എത്ര ആളായി അപ്പം ഇവിടെ താമസിക്കുന്നു? ഇവിടെ 20 വർഷമായിട്ട്. കൊള്ളാലോ സ്ഥലം. ഓ, കുമ്പളങ്ങ ഇത്. ഇതാ കൊള്ളാം കേട്ടോ സംഭവം. നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമ്മുടെ ഡാനൂബിന്റെ ഒരു വ്യൂ കിട്ടി കേട്ടോ. നല്ല മനോഹരം. ഇവിടുന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വിയന്നയിൽ അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ആദ്യം വരുന്ന പ്രദേശങ്ങളാണ് കേട്ടോ. പക്ഷേ ഞാൻ 4ാമത്തെ തവണ വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എത്തിയതാണ്. കണ്ടില്ലേ? അതാണ് ഞാനും ടിപ്പിക്കൽ ടൂറിസ്റ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം. 4 തവണ വന്നിട്ട് വേണം കേട്ടോ ഞാൻ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നത്. ഈ കാണുന്നത് നമ്മുടെ ഓസ്ട്രിയയിലെ ക്യാപിറ്റലിലെ നമ്മുടെ ഓസ്ട്രിയൻ പാർലമെന്റാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഗ്രീക്ക് ബിൽഡിംഗ് പോലെ തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് അതെന്തായിരുന്നു? ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ടൂറിസ്റ്റുകൾ. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ അപ്പുറം കുറച്ച് തിരക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രസമുണ്ട് കേട്ടോ. ഓട്ടത്തിന് ഇവിടെ ഇലകൾ കണ്ടില്ലേ? ഇവര് ഗോൾഡൻ എന്തോ പറയാറുണ്ട് കേട്ടോ. ഗോൾഡൻ ടൈമോ എന്തായിരുന്നു? അങ്ങനെ എന്തോ പറയാറുണ്ട് കേട്ടോ. ഇവർ ഈ മഞ്ഞ കണ്ടില്ലേ? കറക്റ്റ് ഗോൾഡ് പോലെ ഇവിടെ ഉള്ള ചെടികളെല്ലാം
നല്ല രസമുള്ള ബസ് കേട്ടോ ഈ കാണുന്നത്. പുറത്ത് നല്ല തണുപ്പും കൂടി വരുവാണ്. ഇനി ഒരു 1-2 മണിക്കൂർ അല്ല 2 മാസങ്ങൾ കഴിഞ്ഞ് വന്നാൽ ഇവിടെ കോസ്പ്ലേ വെച്ച് പോകുന്ന കുട്ടികളാണ്. 1-2 മാസം കഴിഞ്ഞ് വന്നാൽ ഇവിടെ വീണ്ടും നല്ല കുറച്ചുകൂടി തണുപ്പായിരിക്കും. ഇതാ പലസ്തീൻ്റെ പതാകയൊക്കെ വെച്ച് കൊച്ചു പയ്യന കേട്ടോ. ഇവിടെ പ്രൊട്ടസ്റ്റ് എന്തോ നടക്കുവാണ്. അവിടെ നമുക്ക് ശബ്ദങ്ങളൊക്കെ കാണാൻ സാധിക്കും. ടിപ്പിക്കലായിട്ട് ഓസ്ട്രേലിയയിലും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇവർ ശനിയാഴ്ചകളിൽ പലസ്തീൻ അനുകൂല റാലിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് കേട്ടോ. എല്ലാവരുടെ കയ്യിലും അവിടെ ഫ്ലാഗുകൾ കാണാം. കാണുന്നത് ഇവിടുത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്, ബിൽഡിംഗ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ പ്രസിഡന്റ് ഓഫീസിന് അടുത്തായിട്ട് അയ്യോ ഇത്രയും വലിയൊരു ഭയങ്കര ഒരു പ്രക്ഷോഭമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി വലിയൊരു പ്രോഗ്രാം കേട്ടോ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇവരുടെ അതല്ല കേട്ടോ, തുർക്കിഷ് ഫ്ലാഗ് അതാണ്, അത് തന്നെ RKP, ഇവിടുത്തെ സോഷ്യലിസ്റ്റ് ഒരു പാർട്ടിയുടെ ഫ്ലാഗാണ് കേട്ടോ. അതാണ് നമ്മുടെ RKP. അതും പിന്നെ നമ്മുടെ ഫലസ്തീനുമായിട്ട് അനുകൂലമായിട്ടുള്ള അവരുടെ ഒരു ഇതാണ് കേട്ടോ. അവർ നടത്തുന്ന ഒരു പരിപാടിയാണ്. ധാരാളം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ തുർക്കിഷ് ഫ്ലാഗും കാണാൻ സാധിക്കും. കാണുന്നതാണ് നമ്മുടെ ഹെൽഡൻ പ്ലാസ എന്ന് പറയുന്നത്. അതിനർത്ഥം വരുന്നതെന്ന് പറയുമ്പം ഹീറോസ് പ്ലേസ്. അതായത് ഇവിടെ മുമ്പ് യുദ്ധത്തിലും സംഭവങ്ങളിലൊക്കെ മരിച്ചു വീഴുന്ന അവരെയൊക്കെ ഇതാക്കി വെച്ചാണ് ഇതിവിടുത്തെ ഒരു ഹീറോ. അതിൻ്റെ പണ്ടത്തെ രാജാവോ ഇവിടുത്തെ ഭരണാധികാരിയോ ആരെങ്കിലും ആയിരിക്കണം. അപ്പോൾ വലിയ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടോ വലിയ ഇവിടെ നാഷണൽ ഡേയോ അങ്ങനെ സെലിബ്രേഷനൊക്കെ എന്തെങ്കിലും മാർച്ചോ എന്തെങ്കിലും എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് അടുത്തോടെയായിട്ടാണ് അവർ ഈ പ്രൊട്ടസ്റ്റ് സംഭവങ്ങളൊക്കെ നടത്തുന്നത്. ഇത് ഇവിടുത്തെ ഡിപ്ലോമാറ്റാണോ ഈ കാറിൽ പോകുന്നത്? വിയന്നയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സിസി മ്യൂസിയത്തിൻ്റെ അടുത്താണ്. അതിനടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു അതായത് വിയന്നയിൽ വന്നാൽ എല്ലാവരും വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. ഇതിനെന്താ പറയുന്നത് ഞങ്ങളെ? മിഹേൽ പ്ലാറ്റ്സ്, പിന്നെ അതിൽ ഗ്രാബൻ എന്ന് പറഞ്ഞതിലേക്ക് പോകും. മിഹേൽ പ്ലാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഈ ഒരു സ്ഥലത്തോട്ട് എത്തിപ്പെട്ടത് കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഇവിടെ മ്യൂസീഷ്യൻസൊക്കെ ഏതാണ്ട് സ്ട്രീറ്റ് ആർട്ടിസ്റ്റൊക്കെ കണ്ടില്ലേ. ഇവിടെ ഒരാൾ വയലിൻ വായിക്കുന്ന കാഴ്ചയാണ്. നോക്കിക്കേ, ഇവിടെ എണ്ണ എടുത്താൽ കൂടുതൽ ഈസ്റ്റ് ഏഷ്യൻ ടൂറിസ്റ്റുകളാണ്. ഒന്നുകിൽ ചൈനീസ് അല്ലെങ്കിൽ സൗത്ത് കൊറിയൻസ്, പിന്നെ ഹോങ്കോങ്ങോ ജാപ്പനീസോ. കൂടുതൽ ചൈനീസുകാരും സൗത്ത് കൊറിയൻസൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നടന്ന് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. സെൻറ്റ് സ്റ്റീഫൻ പള്ളിയിൽ ഞാൻ 2 പ്രാവശ്യം വന്നിരുന്നു പുറത്ത് കാണാനായിട്ട്. ഇന്നലെയും കൂടി വന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട്. ബട്ട് ഇപ്പം നടക്കുന്ന ഭാഗത്തോട്ട് വന്നിട്ടില്ല. ആ ഒരു ഭാഗം അവിടെ വെച്ച് ഞാൻ നിർത്തി തിരിച്ചു പോയ ഒരവസ്ഥയായിരുന്നു മുന്നേക്കെ. ഇവിടുത്തെ തിരക്കുമൊക്കെ അയ്യോ ഫുൾ ആളുകളാണ്. വിയന്ന ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റിന് വേണ്ടി മാത്രം. ഇനി ക്രിസ്മസ് ആവുമ്പോൾ പല ആളുകളും ഈ ഒരു സിറ്റിയിലോട്ട് പല ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ ഹോട്ടലുകൾക്കൊക്കെ വില കുറയും. അതുകൊണ്ട് ധാരാളം ചൈനീസ് ടൂറിസ്റ്റുകളൊക്കെ അത് നോക്കി വരാറുമുണ്ട്. ഞാൻ 3ാമത്തെ തവണ വന്നിട്ടാണ് അവസാനം ഈ പള്ളിയിലോട്ട് അകത്തോട്ട് കയറുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് പോകാനായിട്ട് സാധിക്കും. എന്തോ ഒരു മാജിക്കൽ ഫീലിംഗ് കേട്ടോ ഇവിടുത്തെ പള്ളിയിൽ. അടിപൊളിയാട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ വാവ് അടിപൊളിയാട്ടോ. ഞാൻ ഒരിക്കലും ഇത്രയും വിചാരിച്ചില്ല. ഓക്കേ, അടിപൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു അകത്ത് പ്രാർത്ഥന സമയങ്ങളിൽ നമുക്കുള്ളിലോട്ട് കയറാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്താ രസം ഇവിടെ നിന്ന് കാണാനായിട്ട്. നമുക്കിവിടെ ഇരിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാനും നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ ഈ ഒരു പള്ളി. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും തോന്നൽ അകത്ത് കയറാത്തതുകൊണ്ട് ഇത് ഒരു പിടിയില്ലായിരുന്നു.
Das Thema ist so emotional für uns alle. Ich wollte hier emotional stehen und einfach reden. ഒരു പ്രൈവറ്റ് ഒരു പരിപാടിക്ക് ഞാൻ ലാസ്റ്റ് ഹായ് ചാടിയാ മതിയല്ലേ. പ്രൈവറ്റ് നമ്മൾ ചാടി പോവാണ്. ഇവിടെ ഒരു ആഫ്രിക്കൻ ഉഗാണ്ടൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ, അതിന് വന്നതാണ്. ഉഗാണ്ടയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സെലിബ്രേഷനാണ് കേട്ടോ. ഇവിടെ മുഴുവൻ തിരക്കും ആളുകളും എൻ്റെ അമ്മോ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. ഫുൾ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുവാണ്. അതിനോടൊപ്പം ഞാനും ഇവിടെ നിൽക്കുവാണ്. ഇവിടെ ഇവരുടെ കുറേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഉഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുവാണ്. ഫൈനലി നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉഗാണ്ടയുടെ ഫ്ലാഗ് ഉണ്ട്. ഹായ്. ഇവിടെ കുറച്ച് കാമ്പാശി ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരുടെ മറ്റോക്കയും. What's your favorite food? Are you here for eating matoke? What is here in this place? Are you here for eating matoke? You? Yes. Matoke, nyewa, everything from Uganda. Oh, okay. You like ugali? Oh, ugali also. What is that? Chapati? Chapati, yeah. I like it, chapati. ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ എന്താ യെസ് ഇവിടെ നമ്മുടെ ഭക്ഷണങ്ങൾ കണ്ടില്ലേ, എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട്. ഓസ്ട്രേലിയൻ വിഭവങ്ങൾ, പിന്നെ നമ്മുടെ ഉഗാണ്ടൻ വിഭവങ്ങൾ, നമ്മുടെ മറ്റൊക്കെ സംഭവങ്ങൾ. ഇവിടെ എല്ലാവരും താണ്ട് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന കണ്ടില്ലേ. ഇവിടെ നമ്മുടെ മറ്റൊക്കെ കിട്ടി. പിന്നെ ഇവിടെ നമ്മുടെ ചപ്പാത്തി, ഇവിടെ സ്നീഷലൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ ഓസ്ട്രിയൻ വിഭവം, റൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, കുറേ സാധനങ്ങൾ. അങ്ങനെ അവസാനം എനിക്ക് ഫുഡ് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റി. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാമോ? നമ്മുടെ ഏത്തപ്പഴം, പച്ചപ്പഴം. ആ അതെ. നമ്മൾ തന്നെ നിൽക്കുന്നതാണ്, നമ്മൾ തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. വെരി എക്സ്പെൻസീവ് ആണെന്നറിയോ, ഫ്ലൈറ്റിൽ വരുന്ന സാധനമാണ്. How did you like here? Yeah. What are you studying here? International business. ഇവിടെ കുറേ പേര് ഇവിടെ ഉള്ളത് സ്റ്റുഡൻസ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ പേര്. പുള്ളിക്കാരി ആക്ച്വലി ഇറാനി എന്നാണ് കേട്ടോ. ഇറാനി എന്നുള്ള DJ ആണ്. ഇവിടെ ആക്ച്വലി പല രാജ്യത്തു നിന്നുള്ള പല ആളുകൾ ഇവിടെ ഫുള്ള് ചുറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്താൽ മക്കളെ. Millie, see you. Nice perform, okay? See you tomorrow if you are free. Bye. ഇവിടെ DJയും പരിപാടിയും നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു പാർട്ടിക്കൊക്കെ പോയായിരുന്നു. അതൊക്കെ പോയി അവസാനം റൂമിൽ വന്ന് കിടന്നു. രാവിലെ 5:30 മണിക്കാണ് റൂമിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് എണീറ്റ് ഞാൻ രാവിലെ ഇവിടുത്തെ ഒരു ഫ്ലീ മാർക്കറ്റിലോട്ട് പോവാണ്. ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതായത് പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ, പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അതിനെയാണ് ഈ ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത്. റീയൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വിൽക്കുന്ന, അതൊരു സ്ട്രീറ്റിലോ ഓപ്പൺ എയർ സ്ഥലത്തോ അവരെല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ സ്ട്രീറ്റ് വെൻഡേഴ്സായിട്ട് വിൽക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ്. ഞാൻ മാപ്പ് നോക്കട്ടെ, എൻ്റെ ഇങ്ങോട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്ലീ മാർക്കറ്റിലാണ്. യൂറോപ്പിൽ ഫ്ലീ മാർക്കറ്റ് ഭയങ്കര പോപ്പുലറാണ്. കാരണം അതിൻ്റെ പഴയ ട്രഡീഷനൊക്കെ ഉണ്ട്. പണ്ട് മെർച്ചൻസൊക്കെ ഇതിലേക്കൂടെ വരുമ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം,
കൾച്ചറലി പറയുവാണെങ്കിൽ, സംസ്കാരം വെച്ച് പറയുവാണെങ്കിലും യൂറോപ്യൻ സംസ്കാരത്തിൽ എന്ന് പറയുമ്പോൾ അവർ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്ന കൾച്ചറുണ്ട്, റീയൂസ് ചെയ്യുന്ന കൾച്ചറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ നമ്മൾ ആരും പഴയ ഡ്രസ്സ് പോയി ആരും വാങ്ങാറില്ലല്ലോ. അത് അങ്ങ് ഇന്ത്യയിൽ ചിലപ്പോൾ അല്ല, കേരളത്തിലില്ല, ബട്ട് ചില നോർത്ത് ഈസ്റ്റുകളിലൊക്കെ ഉണ്ട്. ഈവൻ അണ്ടർവെയർ വരെ പഴയതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഉത്തര കിഴക്ക് ഈസ്റ്റ് സംസ്ഥാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് അത് കേരളത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പോയിൻറ്റ്. ബട്ട് യൂറോപ്പിൽ പലയിടങ്ങളിലും പിന്നെ പല ആളുകൾക്കും ആൻറ്റിക്സ് ഇഷ്ടമുണ്ട്, റീയൂസ് ചെയ്യാൻ, സാധനങ്ങൾ റീയൂസ് ചെയ്യാനുള്ള ഇഷ്ടങ്ങൾ. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഫ്ലീ മാർക്കറ്റ് വളരെ എക്സ്ട്രീംലി പോപ്പുലറായിട്ട് യൂറോപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലീ മാർക്കറ്റിലോട്ട് പോവുകയാണ്. നമ്മുടെ ഫ്രാൻസിൽ ഒരു വലിയൊരു ഫ്ലീ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടനിൽ, പിന്നെ നമ്മുടെ പോർച്ചുഗലിൻ്റെ മാഡ്രിഡിൽ, പിന്നെ നമുക്ക് ബെർലിനിൽ നിന്ന് നമുക്ക് വലിയൊരു ഫ്ലീ മാർക്കറ്റ് ആക്ച്വലി കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം യൂറോപ്പിൽ വലിയ വലിയ ഫ്ലീ മാർക്കറ്റുകൾ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പൊതുവെ ഭയങ്കര ആളുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച, അതും രാവിലെ പല ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ കടകളൊക്കെ ഏതാണ്ട് രാവിലെ ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ ഒഴിഞ്ഞിടക്കമാണ് കേട്ടോ. ബേക്കറികളും പിന്നെ നമുക്ക് മദ്യം കുടിക്കാനും അല്ലെങ്കിൽ കഫ്റ്റേരിയകൾ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. നമ്മുടെ ഫ്ലീ മാർക്കറ്റിൽ പോയി. ഫ്ലീ മാർക്കറ്റ് ഇന്ന് ഇല്ല കേട്ടോ. അങ്ങനെ എനിക്കൊന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ഫ്ലീ മാർക്കറ്റൊന്നുമില്ല. ഞാനപ്പോൾ പിന്നെ വെറുതെ വേറെ സിറ്റി സെൻറ്ററിലോട്ട് നടക്കുവാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു കൊളംബിയക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ്. അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു മൂവിയുടെ ഇതാണ്, ആ സിനിമയുടെ ഭാഗത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ സ്ഥലമാണ് കേട്ടോ, ഈ സ്ഥലം. അത് അവൻ ചിത്രം എടുക്കുവാണ്. ഇവൻ സിനിമ കണ്ടിട്ട് എല്ലായിടത്തും ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പോയിട്ട് ആ സിനിമ ഉള്ള സ്ഥലത്ത് എല്ലായിടത്തും ഫോട്ടോ എടുക്കും കേട്ടോ. അതാണ് ഇവൻ്റെ പരിപാടി. You wanna say hi? Yeah. Hello. Very nice to meet you. Nice to meet you, Victor. Where are you from? I'm from Colombia. How do you like it here? Oh, Vienna is beautiful. I only know this movie, but it's very fun. And a lot of travelers. I got to meet you as well, so that's cool. Nice to meet you, man. Nice to meet you, man. One day I will be able to host you at my house. I will also be able to host you in Colombia. Very beautiful country. Expect to see you there. Oh, that's for sure. Yeah. ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്നീഷിൽ കഴിക്കാൻ പോയി. പിന്നെ അത് ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മലയാളികളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. നമ്മുടെ പ്രിൻസ് പുള്ളിയില്ലേ, പുള്ളിക്കാരൻ വേറെ കുറച്ച് മലയാളികളോടെ കൂടി പിന്നെ അവരുടെ അടുത്ത് സംസാരമായിരുന്നു. ഞാൻ അവരെ കൊണ്ട് ഒരു ഹായ് പറയിപ്പിക്കുക. അവർ പറഞ്ഞു ഹായ് പറയണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഹായ് പറയുന്നില്ലേ? എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. പേരും പറയാം കൂടെ. എൻ്റെ പേര് സണ്ണി, പാല. ചേട്ടൻ പിന്നെ ചേട്ടനെ അറിയാലോ, കട്ടപ്പന തോമസ്, ടോമിച്ചൻ ചങ്ങനാശ്ശേരി. പിന്നെ അറിയാലോ റജി. വേറൊരാളുണ്ടല്ലോ, പുള്ളിയോടെ പോയി. പുള്ളി പോയോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇഴി കൊടുത്തത്. ഒരു ഹായ് പറഞ്ഞോളൂ. എന്തുണ്ട് വിശേഷം? എവിടെയാ സ്ഥലം? ഞാൻ കൂത്താട്ടുകുളം. പേരെന്താ? ഘോഷ്. ഇപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാരെയും കണ്ടതില്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോകാനായിട്ട് പോവാം. അപ്പം ഞാൻ അവസാനം വീഡിയോ എവിടെ വെച്ച് നിർത്തിയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ അവസാന ദിനമാണ് കേട്ടോ. ഈ ഒരു രാജ്യത്തെ അവസാന ദിനമാണ്. അതിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യുക്രൈൻ വിസയ്ക്ക് വേണ്ടി കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒന്നും നടന്നില്ല, വിഷമിച്ച് ലാസ്റ്റ് എംബസിയിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങി വന്നു. പിന്നെ എൻ്റെ ഓൺലൈൻ വിസ ലാസ്റ്റ് അപ്രൂവ് ആയത് നമ്മുടെ ഒരു സിസ്റ്റർ, യുക്രൈനിലുള്ള ഒരു മലയാളി സിസ്റ്റർ ഹെൽപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ സിസ്റ്ററിന് വേണ്ടി ഞാൻ ഒരു മെഴുകുതിരി കത്തിക്കും കേട്ടോ. പാവം സിസ്റ്റർ കേട്ടോ. സിസ്റ്ററെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ പ്രിൻസങ്ങളാണ് കേട്ടോ. പുള്ളിയാണ് കേട്ടോ. പുള്ളി ആക്ച്വലി പാവമാണ്. പുള്ളി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. പക്ഷെ പുള്ളിക്ക് ഞാൻ വാക്ക് കൊടുത്ത് പുള്ളിക്ക് വേണ്ടി WMF നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷനിൽ 3 രാജ്യങ്ങൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പുറത്തോട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ നിന്ന് മാറ്റി ഇവിടെ പുള്ളിയുടെ കടയിൽ തന്നെ പോയി കഴിക്കാൻ വേണ്ടി പോയി. ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ കുടിക്കാൻ. അപ്പം ഞാൻ കഴിക്കാൻ പോട്ടെ.
വേറെ ഒന്നുമില്ല. നമ്മുടെ പ്രോസി കടയിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രിൻസങ്ങളിലൂടെ ഒരു ആഫ്രിക്കയിലൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോയിട്ടോ. പുള്ളിക്കാരനെ എവിടെ കണ്ടാലും ആൾക്കാർ വിളിക്കുന്നത് പ്രോസി എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മുടെ മസാല ദോശയാണല്ലോ, അടിപൊളി മസാല ദോശ, നെയ്യുടെ മണമൊക്കെ ഉണ്ട്. മസാല ദോശ ഇവിടെ രാവിലെ ആയപ്പം തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ക്രിസ്ത്യൻ ഭക്തിഗാനമൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു മൂഡ്. ഞാനൊന്നും കുളിച്ചില്ല രാവിലെ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഇങ്ങോട്ടാണ് വന്നത്. കുളിക്കണം, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ഇതിനിടയിൽ പുറത്തൊക്കെ പോയിട്ട് ഞാൻ ബെന്നിനെ കാണാൻ വേണ്ടി വന്നതാണ്. ബെന്നെന്ന് പറയുമ്പോൾ ഫ്രം US. ബെന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ബെന്നിനെ ബെന്നിനെ ഒന്ന് സഹായിക്കണം കേട്ടോ. ബെന്നി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നില്ല. ബെന്നിന് ഒരു 20,000 വ്യൂ കൂടെ വന്നാൽ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അഥവാ നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ബെന്നിൻ്റെ ചാനലിൽ കയറി കണ്ടാൽ ബെന്നിന് സന്തോഷമാവും, നമുക്ക് ബെന്നിനെ ഹാപ്പി ആക്കാം. കേരള മലയാളികളെ കൊണ്ട് ബെന്നിൻ്റെ ചാനൽ ഇതായെന്നുള്ള ഒരു ഇത് വരുമല്ലോ. Ben, yo, how's your journey going on? It's going great. Finally got to meet up with my You just team came here from in Iran. Vienna. Yeah, from Iran, South Africa. Lots of crazy adventures. Oh, nice. But this guy's got some even crazier stories out here. When are you coming to Kerala? I don't know, but I got to finally add it to my list. I got to do some surfing in Kerala and finally make it to India. Come for surfing. Play some cricket. Yeah, you will like it. Yeah, I'm an extreme batter. ബെന്നിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറയാം. Ben, say your YouTube channel. Oh, my YouTube is Ben Books the World. Also, Say slowly, maybe they will not understand. Ben Books the World. Ben Books the World. Yeah. Ben BOOKS the World. On Instagram, TikTok, Facebook, YouTube. Lots of adventures. So make him to reach his goal, Exactly. People will watch your video, so you will get start your monetization will start from mine. Get me monetized on That's YouTube. my gift for you. Yeah. Hopefully, Right. please. Enjoy your adventures. Yeah. സോ ആരെങ്കിലും വീഡിയോകൾ കണ്ടിട്ട് ദയവേത് അവൻ്റെ ഒന്ന് വീഡിയോ പോയി കാണണം. എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഫുള്ള് കണ്ടിട്ട് അവനെ ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അവനും യാത്ര ചെയ്യട്ടെ. അങ്ങനെ അവസാനം ഞാൻ പാക്കൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പോട്ടെ, നിങ്ങൾ പോട്ടെ, കാണാം, പാക്കലാം. കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ കഴിച്ചിട്ടൊക്കെ പോവാം. ഇല്ല, ഇനിയും സമയമുണ്ട് നമുക്ക് ബൈ പറയാനായിട്ട്. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. बाय मिलेगा। फिर मिलेंगे भाई, थैंक यू। आप किधर से हो? मैं बांग्लादेश से हूँ। बांग्लादेश कहाँ कैमरा हो? बालवासी हो? बालो से ओके। उधर गया था बांग्लादेश में? अभी तक नहीं, मैं जाऊंगा उसका बाद ट्रेन का ऊपर क्या बैठ के बैठ के जाऊंगा। बांग्लादेश के लिए भी वीसा चाहिए हमको। अच्छा यार, उसके लिए 5 दिन में भी 3 दिन, तो इसके लिए अभी तक नहीं गए। एक दिन जाएगा। ओके ओके, थैंक यू। बाय। നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ പ്രിൻസ് സോസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളിക്കാരന്റെ പേരിലുള്ള സോസ് തന്നെ, അതോ തള്ളുന്നതാണോ? തള്ളുന്നില്ല ശ്രീ, നമ്മുടെ ഒരു സ്പെഷ്യൽ മിക്സ് ആണ്. നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നു. ഓസ്ട്രേലിയക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. കാരണം ഇതിന് എന്താ വെച്ചാൽ മധുരമുണ്ട്, എരിവുണ്ട്, പിന്നെ അത് കൂടാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ പറഞ്ഞ പുളിയുണ്ട്. ഇതെല്ലാം കൂട്ടിയുള്ളൊരു മിക്സ് ആണ്. പക്ഷെ അതിന്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമാണ്. സോറി, ഇതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ ദിലീപിനെ കാണിക്കാൻ വേണ്ടി മറന്നുപോയി. ഹായ് പറയൂ. ഹായ്, ഇതാണ് നമ്മുടെ ജോഹന്നാൻ. പറ, പരിചയപ്പെടുത്തു സ്വന്തമായിട്ട്. ഹായ്, ഞാൻ ജോഹാനസ്. ഞാൻ ഇവിടെ വിയനയിൽ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആണ്. 25 years old. ഞാനിവിടെ ഇപ്പോൾ പഠിക്കുകയാണ്, മെഡിസിൻ പഠിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിയന്നയിൽ. ഞാൻ ഈ വീഡിയോയിലാണോ എന്ന് അറിഞ്ഞുകൂടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു പാർട്ടിക്കൊക്കെ പോയി, ക്ലബിലൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമ്മുടെ ജോഹന്നാസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കണം. നമ്മൾ വീണ്ടും ക്ലബിൽ പോകും, അടിച്ചു പൊളിക്കും അല്ലേ? എന്നെയും കൊണ്ടുപോകണം കേട്ടോ. നിങ്ങളില്ല, നമ്മൾ 25 വയസ്സ് പ്രായം. നിങ്ങൾക്ക് നമ്മുടെ പ്രായം വരും, മറന്നു പോരുതേ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് പൊറോട്ടയും ബീഫും ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം ഭക്ഷണം വരുമ്പോൾ. പ്രിൻസ് സോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ എരിവ് മാറ്റണം, എരിവ് കുറയ്ക്കണം. പിന്നെ നമ്മുടെ പൊറോട്ട, മുട്ടക്കറി, ബീഫ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഭക്ഷണം കഴിച്ച് ഇവിടെ പറയാണ്. ആൻറ്റി കാണാം കേട്ടോ. താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ ദ ഹോസ്പിറ്റാലിറ്റി. मिलेगा। आप किधर से? पंजाब से? From Delhi. Oh, from Delhi. Yeah. What's your name? Jasdeep. Tasneem. Jasdeep. Jasdeep. Yeah. Okay, nice to meet you. Yeah, thank you. From Kerala. From Kerala. പേരെന്താ? Bye bye. Thank you. അപ്പോൾ കാണാം.
താങ്ക് യു കേട്ടോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബ്രോ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ കുക്ക് ബ്രോയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് കിച്ചൻ്റെ അകത്ത് കയറാനുള്ള ഒരു അവസരം കിട്ടി. ഓ, ഇവിടെ നമ്മുടെ ബ്രോക്കളിൻ. ഹലോ ഹായ്. ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൻ്റെ അകത്ത്. ഹലോ ഭയ്യ ഹായ്. ഹലോ ഹായ്. ഇതാണ് നമ്മുടെ മലയാളി ചേട്ടൻ. ഹായ്. ഇവിടെ എന്താ ചിക്കനാണോ? ഇത് ബിരിയാണി. ബിരിയാണി, ചിക്കൻ ബിരിയാണിയോ? ചിക്കൻ ബിരിയാണി, ലാം ബിരിയാണി. താങ്ക് യു കേട്ടോ, ഞാൻ പോവാ. ഓക്കെ, മിലേഗ. ശുക്രൻ. ബൈ ബൈ. കാണാം കേട്ടോ. ശരി കേട്ടോ. അങ്ങനെ വിയന്നയിലെ നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ലോങ് പോകാനുള്ള ബസ്സും സംഭവങ്ങളൊക്കെ. നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. എൻ്റെ ബസ് ഇവിടെ നമുക്ക് ടൈം കാണാം. ഇവിടെ കുറേ ബസ്സുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെയിൻ ബസ്സുകളെല്ലാം ഈ ഒരു സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? എർത്ത് ബർഗ്. ഇവിടെ ഫ്ലിക്സ് ബസ്സും ബ്ലാഗസും VIP ബസ്, അങ്ങനത്തെ കുറേ സംവിധാനം. ഇതിനെ പറയുന്നത് VIP എന്നാണ്, വിയന്ന ഇൻ്റർനാഷണൽ ബസ് ടെർമിനൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് നോക്കി വായിച്ചതാണ്. നമ്മളിനി പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോയിട്ട് ബസ് കയറുവാണ്. നമ്മുടെ D ആണ് കേട്ടോ. D എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്താണ്. അങ്ങനെ അവസാനം നമ്മുടെ ബസ് വന്നു. ഇത് കിവിലോട്ട് പോവാണ്, നമ്മുടെ യുക്രൈൻ്റെ ക്യാപിറ്റലിലോട്ട് പോകുന്ന വണ്ടി. വിയന്ന ഇവിടെ ഓസ്ട്രിയയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് യുക്രൈൻ്റെ തലസ്ഥാന നഗരിയിലോട്ട് പോകുന്നു. ഞാൻ ഇറങ്ങുന്നത് ഇവിടെയാണ്, മുക്കച്ചവോയിലാണ് ഇറങ്ങുന്നത്. അബദ്ധമായിപ്പോയി. ലിവിൽ പോയാൽ മതിയായിരുന്നു, ഞാൻ ഇറങ്ങില്ല കേട്ടോ. ഈ ബസ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് കിവിലാണ് പോകുന്നത്. ഈ കാണുന്ന നമ്മുടെ ഫ്ലിക്സ് ബസ്സിലാണ് എൻ്റെ യാത്ര. കണ്ടില്ലേ, ഈ കാണുന്നതാണ്. ഹലോ, നമ്മുടെ ബസ്. ഓക്കെ. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, പക്ഷെ തൽക്കാലം ഫ്രണ്ടിലോട്ട് പോയിരിക്കാം. ഇവിടെ അധികം ആളുകളൊന്നുമില്ല കേട്ടോ. ഹലോ, ഇവിടെ അപ്പം മാത്രമുണ്ട്. നെക്സ്റ്റ് തവണ കാണുന്നതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. ഓക്കെ ജേർണി. താങ്ക് യു ബ്രോ. ബൈ. Змеи, യെസ്. змеи. Нет, по-русски, но украинino. Нет. Кенгуру есть? А? Кенгуру? Да. Нет. ഇവരെന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ലോങ് പോകുന്ന ബസ്സാണ്. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? ഇവിടെ ചെറിയ റൂം, പിന്നെ ഇവിടെ ഒരു ചെറിയ മിനി വാഷ്റൂം ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വിയന്നയിലെ എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഞാൻ യുക്രൈനിലോട്ട് പോവാണ്. വെരി എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ യുക്രൈനിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ എമിഗ്രേഷനിലൊക്കെ നമുക്ക് പോയിട്ട് എന്താണെന്ന് അറിയാം. അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടോ എന്തോ എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഈ കാണുന്ന 2 നില ബസ്സിലാണ് കേട്ടോ ഞാൻ ഈ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അധികം ആളുകളൊന്നുമില്ല, കണ്ടില്ലേ, കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ വണ്ടിയിലുള്ളൂ.